എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ശ്രീ ജയ്ക്ക്, കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ജനങ്ങളുടെ ആശങ്ക കാണാതെ ഒരു ഇടതുമുന്നണി സർക്കാരിന് ഒരു പദ്ധതിയുമായി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒന്ന് കുടിയൊഴിപ്പിക്കലിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഭീതി, നഷ്ടപരിഹാര തുക യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് സെന്റിന് 2 ലക്ഷം രൂപ പോലും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി പോകുന്നില്ല, അതിനേക്കാൾ വളരെ ലോപിച്ച തുകയായിരിക്കും കിട്ടുവാൻ വേണ്ടി പോകുക. മറ്റൊന്ന് പരിസ്ഥിതി പ്രശ്നം ഇത്യാദി കാര്യങ്ങളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരം, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ദിവസം ഞാൻ ജനങ്ങൾക്ക് മുമ്പിലുള്ള ഒരു അനുഭവം, ഒരു ഉദാഹരണം എന്നതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. RSSന്റെ കേരളത്തിലെ മുഖം, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിവസം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ ഇടത്തിൽ വെല്ലുവിളി സ്വഭാവമുള്ളൊരു പ്രതികരണം ആ സർക്കാരിനോട് നടത്തി. ആ പ്രതികരണത്തിന്റെ നക്ഷൽ എന്ന് പറയുന്നത് 3 വാചകങ്ങളിൽ ചുരുക്കാം. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് പറയുകയുണ്ടായി, ദേശീയപാത വികസനം, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗെയിൽ പദ്ധതി, കോട്ടയത്തൂടെ കിടന്നുപോയ ഇടമൺ കൊച്ചി പവർ ഹൈവേ, എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. മലപ്പുറം ജില്ലയിൽ കോട്ടപ്പടി ജംഗ്ഷനിലൂടെയാണ് ദേശീയപാത 6 വരി കടന്നുപോയത്. അവിടെ ഈ കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ മുഖമായി പരിലസിക്കുന്ന UDFന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഒരു സെന്റ് മിച്ചമേ ഓഫീസിന്റെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കേരളത്തിലെ ജനത, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പിണറായി വിജയൻ സർക്കാർ എന്നല്ല, കേരളത്തിലെ ജനത അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്ത നഷ്ടപരിഹാരം എത്രയാണെന്നറിയോ? 1.25 കോടി രൂപ. അത് അക്കൗണ്ടിലിട്ട് വാങ്ങി പോക്കറ്റിലിട്ട് സ്ഥലം വിട്ടുകൊടുത്ത UDF ആണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങളോട് പറയുക, ഏതാ സ്ഥലം വിട്ടാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല പോലും, സർക്കാർ പറ്റിക്കും പോലും, പറ്റിച്ച കാലം ഉണ്ടായിരുന്നു. എന്താ, ബഹുമാനിയനായ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ബ്ലോഗ് ഞാൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാം. രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ എനിക്ക് ജനങ്ങളിലേക്ക് പോകാം. രാഹുൽ, നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വരുമ്പോ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ആ എസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളത്. ജയിക്കിന്റെ പേഴ്സലും കാണുമ്പോൾ ഒരു ATM കാർഡ്, ആ ATM കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. അപ്പൊ അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. പിന്നെ ഇവര് വികസനത്തെ പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങണം. ഈ 2022-ലെങ്കിലും CPM വികസനത്തെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ വികസനത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്? ഇവിടെ എന്താ പ്രശ്നം? കുടിയൊഴിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു. ഇനി കുടിയൊഴിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നമെങ്കിൽ ആരാണ് ജയിക്ക് വില നിശ്ചയിക്കുന്നത്? ഇപ്പൊ താങ്കളുടെ വീട് നിൽക്കുന്ന ദേശീയപാത 183-ന്റെ സൈഡിൽ KK റോഡിൽ മണർകാട് പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ജയിക്കാൻ അറിയാമോ? 1,10,10,000 രൂപ. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ 2.5 ഇരട്ടി അധികം തരികയാണ്. അപ്പോ 2.5 ലക്ഷം വേണ്ട, ഞാൻ ജയിക്കുന്ന 4 ലക്ഷം രൂപ തരാം. 10 സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ? തരത്തില്ല. പിന്നെ നാണക്കെടുത്തി. കാരണം എന്താ? ഫെയർ വാല്യൂവും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കിന് സമ്മതിക്കേണ്ടി വരും. അതല്ല, 40 ലക്ഷം രൂപയ്ക്ക് ജയിക്ക് ആ വസ്തു 10 സെന്റ് വസ്തു വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത്